നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് TV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് ഇന്ന് ആദ്യം വിളിക്കാനുള്ളത് മലപ്പുറം കൊണ്ടോട്ടിന്ന് അങ്ങ് ദൂരെ മലപ്പുറത്തുനിന്ന് മലബാറിൽ നിന്ന് ഒരു കോളേജ് വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ വാലി കോളേജ്. അവിടുത്തെ എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക്, ഇത് ഐറ്റം വേറയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് വെൽക്കം ചെയ്യാം ഇവിടുത്തെ കാര്യക്കാരെ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഗിന്നസ് ബാക്രു ചേട്ടാൻ, ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖം തന്നെ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ട് വിളിക്കാം, തന്നാലോ? ആയിക്കോട്ടെ. മനോജ് വലഞ്ചു ചേട്ടനുണ്ട്, സുമിയുണ്ട്, കൂടെ കൊച്ചുപ്രദീപേട്ടനുണ്ട്. ഒരു നല്ല കൈഡി. ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീറഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ. നീക്കി നീക്കി ഇത് മൊത്തം എന്റെ കൈവശത്താക്ക. എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന എന്റെ വർഗ ശത്രുവാ. ഇവരെയൊക്കെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നാ താമസിപ്പിക്കുന്നത്. ഇവരൊക്കെ എവിടെയെങ്കിലും പോയി താമസിപ്പിക്കത്തില്ലയോ? എന്റെ ദൈവം തമ്പുരാൻ, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് സഹിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് സഹിക്കുന്നത്? നീ എന്റെ പെണ്ണും പിള്ളയാ. ഏടി ഇങ്ങോട്ട് വരാൻ. ചോറെടുക്കടി, പ്ലേറ്റ് എടുക്കടി, തത്തടിക്കടി, മുണ്ടടിക്കടി, നല്ല ചില്ലായിട്ട് നിൽക്കണം കേട്ടല്ലോ. ബ്ലഡി ഫൂൾ. അതുകൊണ്ട് വരുന്ന എന്റെ ശത്രുഘ്നൻ സിംഗ. അയ്യോ, എന്റെ പെണ്ണും പിള്ള എന്തു പറഞ്ഞാലും അതേപോലെ കേക്കും. പിന്നെ അല്ലാതെ റെക്കോർഡ് ചെയ്തിട്ട് മ്യൂസിക് ആഡ് ചെയ്ത് കേൾക്കത്തില്ല അതില്. അല്ലാണ്ട് ചെലവന്മാരുടെ കൂട്ട് ഇവിടെ പെണ്ണും പിള്ളേരെ പേടിച്ച് നിൽക്കണവനല്ല ഞാൻ. എനിക്ക് എന്റെ പെണ്ണുപിള്ളേ പേടിയൊന്നുമില്ല. നിങ്ങൾക്കാ പേടി. ഞാനിപ്പോ ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞോ? ചുമ്മാ അതിനകത്ത് കേറി അങ്ങ് പിടിക്കുക. നിങ്ങൾക്കാ നിങ്ങളുടെ പെണ്ണുപിള്ളേ പേടി. എന്റെ പെണ്ണുപിള്ളേ എനിക്ക് പേടിയില്ല. പന്നച്ചടക്കൻ എന്തോ സ്വഭാവം അറിയാമോ? 24 മണിക്കൂറും എന്റെ അടുക്കളയിലേക്ക് നോക്കിയിരിക്കുക. എന്നാ ഉണ്ടാക്കണേ നിങ്ങൾ അടുക്കളോട്ട് നോക്കിയിരിക്കും. ഞാൻ കണ്ടം പൂച്ചയായിരുന്നു. നിങ്ങൾ അടുക്കളോട്ട് നോക്കിയിരിക്കാൻ. അയ്യോ, ഇവന്റെ കാര്യം പറഞ്ഞാണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഇവന്റെ വൈഫ് പിന്നു വെച്ച് ഇവന്റെ കാലും ഒരു ഒറ്റ കുത്ത്. ഞാനിത് കണ്ടു. ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ ജനൽക്കെ വെച്ച് കണ്ടു. എന്റെ ജനലിൽ വന്ന് കണ്ടത്? ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോ ജനല് മാറിപ്പോയതാ. ഞാൻ അങ്ങനെയൊക്കെ ഞാൻ കാണും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുത്തിയതല്ല, കാലല്ലേ മുള്ളെടുത്തതാ എന്റെ കെട്ടിയോള്. അപ്പൊ കഴിഞ്ഞ ദിവസം ചെരവത്തടിക്കുന്നതിന്റെ തലയിലടിച്ച് പേൻ കൊന്നതാണോ അവള്? അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഞാൻ മാത്രമല്ല, ഈ നാട്ടിലുള്ള ആൾക്കാർ മൊത്തം അറിഞ്ഞു. അതെങ്ങനെ? ഞാൻ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ നടക്കുന്ന സംഭവം വീഡിയോ എടുത്ത് മറ്റേ കാണിക്കാൻ വേണ്ടി ഞാൻ കാണിക്കണ. എന്റെ വീട്ടിൽ പല സംഭവം നടക്കും. ഇയാൾ തന്നെ നോക്കുന്നു. ഇയാൾ വീട്ടിൽ പോകുന്നു. നീ ആരോടായിരിക്കും ചൂടാവും? നിനക്കറിയാലോ, ഞാൻ പഴയ ഒരു ആനപ്പാപ്പനാ. ഭയങ്കര ആനപ്പാപ്പാനാ. ആമയെ കണ്ടാ പേടിക്കുന്നവനാ ഇയാള്. അത് വേറെ ഒന്നുമല്ല. തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ് ഞാൻ ആനേനെ തടച്ചിട്ട് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കാൻ നോക്കി കഴിഞ്ഞപ്പോ ഒന്നും കണ്ടില്ല. ഒരാമ ഞാൻ വിചാരിച്ചു കൊരണ്ടിപ്പുറകെന്ന്. ഞാൻ അതിനകത്ത് കയറിയിരുന്നതോ ആമ എന്നെ കൊണ്ട് ഒരു ഒറ്റ പോക്ക് ചെന്ന് നിന്ന് അമ്പലക്കുളത്തില്. ഇതാണ് സംഭവം. വിവരം വേണം, വിവരം. എടാ, നിന്നെക്കായും വിവരവും വിദ്യാഭ്യാസവും എല്ലാം എനിക്കുണ്ട്. വലിയ വിവരം വിദ്യാഭ്യാസമുള്ള ആളാ. നാളെ ഒരു റെമ്പുട്ടാൻ തിന്നാൻ കൊടുത്തു. അത് ഷേവ് ചെയ്തിട്ടായി പുള്ളി തിന്നത്. വിവരം വിദ്യാഭ്യാസമുള്ള നീ കുറെ നേരമായിട്ട് നീ എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. കൈ ചൂണ്ടി കാര്യം പറയാനോട്. അയ്യോ, നിനക്ക് എന്നെ തല്ലണം. പൂലോക എടുക്കണ ഞാൻ. നിനക്ക് എന്നെ അടിക്കണോ? എന്നെ അടിക്കണോ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തൊട. എന്നെ തൊട. എന്നെ തൊടാ. നീ ധൈര്യം എന്നെ തൊട. നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തൊട. എന്നെ തൊട. എന്നെ തൊടാ. നീ എന്നെ തൊട. നിന്നെ ഞാൻ കാണിച്ചു തരടാ. ഞാൻ തേങ്ങ കാണാൻ കിടക്കൂല്ലേ? അതല്ലെന്ന്, തേങ്ങ വച്ചൊരു കിണ്ണി ഞാൻ കിണ്ണിയാ. കിണ്ണല്ലേ? കിണ്ണും കിണ്ണല്ലെന്ന്. കിണ്ണും കിണ്ണല്ലെന്നാ പറഞ്ഞേ. കിണ്ണും കിണ്ണും കിണ്ണല്ലേ? കിണ്ണല്ലേ? കിണ്ണും. ദൈവമേ, ഒറ്റ ദേഷ്യത്തിനൂടി കിണ്ണു കൊടുത്താ തീർന്നോ? അടിപൊളി ഒരു തേങ്ങ കിട്ടി. തിരിച്ചെറിഞ്ഞായിരുന്നു അയാൾ കൊണ്ടുപോകാനായിരുന്നു. എനിക്ക് ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു വടക്കുണ്ടാക്കും. അങ്ങനെ തേങ്ങ എടുത്തെറിയും. ഞാനൊരു അടിപൊളി ഒരു വടക്കുണ്ടാക്കി 2 കൊട്ട തേങ്ങ അങ്ങനെ എനിക്ക് തന്നു. ഞാൻ തേങ്ങ വറുത്തരച്ച് ഞാൻ കറി ഉണ്ടാക്കി തിന്നി. ഞാൻ
അടുത്ത് ചെല്ലും. എന്തോ വഴക്കാന്നറിയാവോ, എന്തോ ചീത്ത വിളിയാ. വസ്തുവിന് വേണ്ടി ആൾക്കാർക്ക് ഇത്രയും ആർത്തിയുണ്ടോ? ഇതെല്ലാം കൂടെ ആര് കൊണ്ടുപോകുന്നു? എന്റെ എതിരായത്, എന്റെ എതിരായത്. എന്തോ ഇത്ര ആർത്തി. ഞാൻ പറയട്ടെ, ഈ മനുഷ്യരൊക്കെ കുറെയൊക്കെ നന്നാവണം കേട്ടോ. ഹലോ, എന്തോ മേ അപ്പച്ചി, അതിനെ കൊണ്ടൊന്ന് തല്ലിട്ടണോ? നെഞ്ചത്തോട്ട് പറക്കി അറിയാമോ? ഞാൻ വരുമ്പോ അപ്പച്ചി അപ്പം പോലെ ഇരിക്കണം. ആ, ബാക്കി കാര്യം ഞാൻ ഏറ്റ്. അല്ല, ഈ മനുഷ്യനത്ര ആർത്തി പാടില്ല. അതാ ഇനി ഇവിടെ എന്തോ വയ്യാവേലിയാ വന്ന് കയറുന്നതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ അവര് ചെന്ന പാടെ പട്ടി അങ്ങ് തുറന്നു വിട്ട് അതെന്നെ കടിക്കാൻ വന്നു. ഞാൻ എന്തോ എടുത്തു, മുക്കാലെ നിർത്തി ആ പട്ടിയുടെ മേത്ത് വെച്ചിട്ട് ഒറ്റത്തിരി പട്ടി എസ് പോലെ. അയ്യോ, ഒന്ന് കാണുമായിരുന്നു എന്റെ ദൈവനെ. കൂട്ടി കയറാൻ നേരം പട്ടിയിലെ ഇങ്ങനെ പോന്നു. എസ് പട്ടി. ഞങ്ങളുടെ വീട്ടിൽ സിനിമ ഷൂട്ട്, ഞങ്ങളുടെ പറഞ്ഞ സിനിമ സിനിമ ഏത് സിനിമയുടെ ഷൂട്ടാ? കുഞ്ചുണ്ണാമ്പോ അറിയാത്ത നാട്ടുകാർ ഇപ്പോഴും കൊണ്ടോടാ ദൈവം. ഏത് സിനിമ ഷൂട്ടാ? ഡയറക്ടർമാർ ഇങ്ങനെ ഭയങ്കര ദേഷ്യം, ഒന്നും പറയത്തില്ല. സിനിമ എന്തായാലും സമയം കുറെ ആവണം. ഇതൊരു തമിഴ് സിനിമ. ഇത് തമിഴ് സിനിമ. സിനിമയുടെ പേര് എങ്കേ ഉടയാടൈ. എനിക്കൊരു വേഷം തരാമോ? വേഷം തരാന്ന് പറഞ്ഞ ഇയാൾ ഇതിന് മുന്നേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ഓഡീഷന് പോയിട്ടുണ്ട്, എന്നിട്ട് ചമ്മി തിരിച്ചു വന്നിട്ടുണ്ട്. അതല്ല, ഇതിപ്പോ തമിഴ് സിനിമയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, തമിഴ് സിനിമ ഇയാൾക്ക് തമിഴൊക്കെ പറയാൻ അറിയാമോ? തമിഴൊക്കെ പറയാൻ അറിയാം. സത്യമായിട്ടും തമിഴ് അറിയാം. ഒന്നൊന്ന് പറഞ്ഞെന്ന്. എന്താണ് ഈ പൈസ മാറ്റിട്ട് തിരിച്ചു തരത്തില്ല? എത്ര നാളായി? അടുത്ത ആഴ്ച തരാം, പിന്നെ തരാം, പിന്നെ തരാം. അടുത്ത ആഴ്ച വരുമ്പോ മൊത്തം പൈസ തന്നല്ലോ, നീ ഞാൻ വെട്ടിവിടുണ്ടായി. ഇതെവിടുന്ന് പഠിച്ചത്? ഞങ്ങളുടെ വീട്ടിൽ അണ്ണാച്ചി പൈസക്ക് വരുമ്പോ അണ്ണാച്ചി ഡെയിലി പറഞ്ഞ സംഭവം അത് കാണാൻ അറിയാം. അല്ല, അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? അത് മാത്രമേ എനിക്ക് കാണാൻ അറിയത്തുള്ളൂ. അടിപൊളിയാണ്. കാണുന്നവരെന്നൊക്കെ പൈസ കടം മേടിക്കുമല്ലയോ? അതൊരു സുഖമാണ്. ഈ കടം മേടിച്ചിട്ട് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുവോ? ഇല്ല, സുഖം അങ്ങ് പോകും. വല്ലാത്ത സുഖമാ കേട്ടോ. വേറുള്ളവരെ പറ്റിച്ചിട്ട് ഇങ്ങനെ ചോറ് തിന്നുന്നത് നല്ല വല്ലാത്ത സുഖം. ഒരു വേഷം തരാമോ? അല്ല, വേഷം എന്നൊക്കെ പറയുമ്പോ തരാം. പക്ഷെ ഞാനല്ല ഇത് തീരുമാനിക്കുന്നത്. ഞാൻ ഈ ലൊക്കേഷനൊക്കെ തപ്പി ഇറങ്ങിയത് ഇപ്പൊ. അതെവിടെ പോയി കളഞ്ഞു പോയത്? എന്ത്? അല്ലെന്ന് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ നോക്കി ഇറങ്ങിയതാ ഞാന്. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന നമ്മുടെ പ്രൊഡ്യൂസർ സാറാ. അദ്ദേഹത്തിനോട് പറഞ്ഞ എനിക്ക് വേഷം തരാറുണ്ട്. അദ്ദേഹത്തിനോട് മറ്റേ ഇപ്പൊ പറഞ്ഞില്ലേ പ്രൊഡ്യൂസർ മറ്റേ പോർച്ചുഗീസ് അല്ല, പിന്നെ പ്രൊഡ്യൂസർ. ഞാൻ പറഞ്ഞു സെറ്റ് ആയിക്കോളാം. ഒരു വേഷം തരാം. അല്ല, അതിനു മുന്നേ ഇയാളൊന്ന് അഭിനയിക്കുമല്ലോ എന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടായോ? സീരിയസ് ആയിട്ടും എന്നാ ഞാനൊരു സിറ്റുവേഷൻ തരാം, ഇയാളൊന്നും ചെയ്യണം. അങ്ങനെ തന്നെയാണ്. സോറി പറയണം. അല്ല, അത് ഞാൻ അവസരം തരാന്ന് പറഞ്ഞല്ലോ. അല്ല, സോറി പറയണം. സോറി പറയണം ആദ്യം. എടോ, ഞാൻ അതിനൊന്നും തന്നെ ചെയ്തില്ലല്ലോ. എനിക്ക് സോറി പറയണം. സോറി പറയണം. ഞാൻ സോറി പറയുന്നേ സിനിമയുടെ വലിയ സോറി ഇല്ലേ, അത് പറയണം. സ്റ്റോറി. സോറി, അതായിരുന്നു. അത് നമുക്ക് ഇയാൾ അഭിനയിക്കോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് സോറി പറയാം. ഇതിപ്പോ ഞാൻ ഒരു സന്ദർഭം തരാം. ഇയാളുടെ ഭാര്യ ആശുപത്രിയിലാന്ന് വിചാരിക്കാം. അപ്പൊ തനിക്ക് പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരു വളം കൊണ്ടുപോയി പണയം വെച്ചിട്ട് ആ പൈസയുമായിട്ട് വരികയാണ്. അന്നേരം തന്റെ പൈസ കളഞ്ഞുപോയി. അപ്പൊ ആ ഒരു വികാരം ഒന്ന് കാണിച്ചേ. ആ ഒരു വികാരം ഒന്ന് കാണിച്ചേ. അതൊക്കെ ഓക്കെ, അതൊക്കെ ഓക്കെ. ഞാൻ നോക്കട്ടെ. എന്താ അത് മറ്റേ അങ്ങനെ അതിന്റെ ആ ഒരു പൈസ പോയ റോളിംഗ് ആക്ഷൻ. അയ്യോ, എന്റെ പൈസ പോയേ. പൈസ പോയത് വികാരം. അതല്ല, അത് സങ്കടമാണ്. സങ്കടം വിഷമല്ലയോടോ. ഭാര്യ ആശുപത്രിയിലല്ലയോ? ചിരിയൊന്നും വേണ്ട. തന്റെ ആ ഗൾഗത ഉള്ളീന്ന് പറയണം. ഒരുങ്ങി കല്യാണത്തിന് പോവല്ലടോ. അങ്ങനെ നിന്നിട്ട് ആ മനസ്സിൽ ഉള്ളിന്റെ അടുത്തട്ടിൽ നിന്ന് ഓക്കെ ആക്ഷൻ. പൈസ പോയേ. അത് മാത്രമാണ്. അല്ലാതെ നമ്മൾ തന്മയക്തമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. കയ്യിന്നിട്ടാവോ? കയ്യിന്ന് അവിടെ നിന്ന് എത്തിട്ടാ മതി, ഇങ്ങോട്ട് അറിയില്ല കേട്ടോ. പോരട്ടെ. ആക്ഷൻ പറ. ഓ, ആക്ഷൻ. എന്റെ പൈസ പോയേ. കയ്യിന്നിട്ടാ. എന്റെ ഭാഗത്ത് തെറ്റാ. ഒന്നും കൂടി ഒരു മോഡുലേഷൻ ഒക്കെ വരുത്തിയിട്ടൊന്ന് ചെയ്യാൻ പറ്റുമെങ്കിലൊന്ന്. പോട്ടെ. ആക്ഷൻ. എന്റെ പൈസ പോയേ. സിനിമയുടെ ഷൂട്ടാ. അതിനെന്ത് ഷൂട്ടോ? അല്ല, എന്റെ പറമ്പിലോ? അതിനെന്ത് ഇയാളത്തിന് കയറി വന്നേക്കുന്നു? എന്റെ പറമ്പിൽ എന്നാ നടക്കുന്നത്? എനിക്കെന്നെ എന്റെ പറമ്പിൽ വെച്ചാ സിനിമ ഷൂട്ട് നടക്കുന്നത്. ഇയാളുടെ പറമ്പിലല്ലോ സിനിമ ഷൂട്ട് നടക്കുന്നത്. എന്റെ പറമ്പല്ല, എന്റെ പറമ്പിൽ വെച്ച്. എന്റെ പറമ്പിൽ വെച്ചാ സിനിമ ഷൂട്ട്. ഇവിടെ എന്നാ സംഭവം എന്നാ അവിടെ ശരിക്കും? സിനിമയുടെ ഷൂട്ട് അത് ഇയാൾക്കെന്തിനാ ഇടയ്ക്ക് കയറി വന്നേക്കുന്നത്? അല്ല, എനിക്കൊരു വേഷം വേണം.
ഒരു വേഷം എനിക്കും വേണം. ഈ അപ്പൊ അഭിനയിച്ചങ്ങ് പൊളിച്ചങ്ങ് ഞാൻ പഴയ ബാലയക്കാരനാണ്. മീശ കണ്ട് അറിയാൻ പാടില്ലേ? പഴയ ബാലക്കാരൻ ആനയുടെ ബാല മറിക്കണം ഞാൻ അഭിനയിക്കുന്നത്. അല്ലല്ല ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ആദ്യം ഇദ്ദേഹമാണ് ഒരു അവസരം ചോദിച്ച് വന്നത്. എനിക്കാണെങ്കിൽ സമയം പോകാൻ ഒത്തിരി ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഷൂട്ട് കഴിഞ്ഞ് വരുകയും വേണം. അപ്പം ആദ്യം ഇദ്ദേഹം വന്ന് ചോദിച്ച സ്ഥിതിക്ക് സിറ്റുവേഷൻ ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷം ഞാൻ സാറിന് ഒരു സിറ്റുവേഷൻ തരാം. എങ്ങനെ ഒന്നുകൂടെ വിളിച്ചേ. സാറിനൊരു സിറ്റുവേഷൻ. അപ്പൊ ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. തന്റെ ഭാര്യ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണ്. പൈസക്ക് ആവശ്യമുണ്ട്. ഭാര്യയുടെ ഒരു വള പണയം വെച്ചതിന് ശേഷം പൈസയുമായിട്ട് വരുമ്പോ ഒരു കള്ളൻ തന്റെ പൈസ തട്ടിപ്പറിച്ചു. കള്ളന്റെ വേഷം കൊടുത്താൽ മതി, മേക്കപ്പിന്റെ ആവശ്യമില്ല. കള്ളന്റെ വേഷം ഞാൻ പോലീസ് ഇടയ്ക്ക് പിടിച്ച് ഇടിച്ച് പിരിച്ചതാ. അല്ലല്ല അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇത് കുറെ നേരമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒന്നുകൂടെ ഒന്ന് ചെയ്തേ. ഞാൻ കാണട്ടെ. അറപ്പിക്കല്ലേ? ആ ഓക്കെ, ആക്ഷൻ. അങ്ങനെ ചെയ്യല്ലേ. ഫ്രെയിമിൽ കയറരുത്. പ്രേമിക്കാരെ ഞാൻ ചെതലോ? ആ ഫ്രെയിം അല്ലേ, ക്യാമറയുടെ ഫ്രെയിമിലോട്ട് കയറരുത്. സാർ അങ്ങോട്ട് മാറിയിരിക്കും, പുള്ളി അഭിനയിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിടുക. അങ്ങ് മല മറിക്കും ഇപ്പൊ. ആക്ഷൻ. എന്റെ പൈസ പോയേ. അങ്ങോട്ട് നോക്കിയിട്ട് പറയൂ. എടോന്ന് വിളിക്കില്ല അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയാം. അദ്ദേഹം ഒരു കാര്യം ചെയ്യാം. അല്ല ഞാൻ പറയാം, എനിക്ക് ഇനി സമയമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇനി സമയമില്ല. അതായത് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പകുത്തു തരാം. നിങ്ങൾ ആരാണ് നല്ല അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സമയം പോകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാം. നിങ്ങൾ നന്നായിട്ട് ആരാണോ അവതരിപ്പിക്കുന്നത് അവർക്ക് ഇത്. നിങ്ങള് ഉറ്റ ചങ്ങാതിമാരാണ്. നമ്മളാ അല്ല, അത് സാങ്കല്പികമാണ് സാർ. ഉറ്റ ചങ്ങാതിമാരാണ്. കുറെ നാളുകൾക്ക് ശേഷം നിങ്ങൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോഴുള്ള ആ ഒരു സ്നേഹപ്രകടനം, ആ ഒരു ആഹ്ലാദ പ്രകടനം നിങ്ങൾ പുറപ്പെടുവിക്കണം. ആക്ഷൻ. ഇങ്ങനല്ലെന്ന്. അതായത് നിങ്ങൾ പരസ്പരം കണ്ണിലോട്ട് നോക്കി ഈ പറയുന്ന ഡയലോഗുകൾ സ്നേഹപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ആക്കണം. ഓക്കെ, ആക്ഷൻ. നീ എവിടെ ഞാനിവിടെ വീട്ടിൽ ഇപ്പൊ തന്നെ എടുത്തോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. സത്യാവസ്ഥ ഞാൻ സിനിമ ഷൂട്ടിനോ തിരക്കഥയ്ക്കോ ഒന്നും ഞാൻ വന്നല്ല. ഞാൻ ഒരു സർവേയർ ആണ്. എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഈ വസ്തു അളക്കാൻ വന്ന. സോറി, ഞാൻ ഇത് കണ്ടോ, ഇത് ഷൂട്ട് ചെയ്യുന്ന ഒന്ന് ക്യാമറ അല്ല. ഞാൻ ഇവിടെ സർവേ ആണ്, റീസർവേക്ക് വന്നതാണ്. ഞാൻ കണ്ടറിയത്തില്ല അതല്ലെന്നുള്ള കാര്യം. അതായത് നിങ്ങളുടെ വസ്തു അളക്കാൻ വേണ്ടി വന്നതാണ്. അല്ല, എനിക്ക് 20 സെന്റ് വസ്തു ഉണ്ടല്ലോ, പിന്നെ എന്തായാലും നടക്കുന്നത്. അല്ലല്ലേ, 20 സെന്റ് വസ്തു ഉണ്ട് എനിക്ക്. ഇന്നലെ രാത്രി വരെ 18 സെന്റർ ഉണ്ടാവും. ഈ 2 സെന്റ് നീ എവിടെ കൊണ്ടുവന്നു? ഞാൻ വെള്ളം ഒഴിച്ച് വളർത്തിയെടുത്തു. കാലിന്റെ കുറുകുട്ടിയെ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ വസ്തു വളക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കൊച്ചു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വസ്തു ഇവിടെ അളക്കും. എന്റെ വസ്തു വളക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒറ്റ മര്യാദ കളഞ്ഞു. നിങ്ങളുടെ വീട് എവിടെ? കാണുന്നത് എന്റെ വീട്, അടിപൊളി സാധനം. നിങ്ങളുടെ വീട് എവിടെ? എന്റെ വീട് കണ്ണോ. ഓ, ഇത്രയും അടുത്തായിട്ട് നിങ്ങൾ എന്ത് ഇത്രയും വലിയ ശത്രുത? അറിയാൻ ഞാൻ ചോദിക്കുവാണ്, എന്തോ ഇത്ര വലിയ ശത്രുത? എന്റെ പെണ്ണുമ്പിള്ള ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്റെ പെണ്ണുമ്പിള്ള ഇഷ്ടമല്ല ഞങ്ങൾക്ക്. മോളെ, എന്റെ പെണ്ണുപിള്ളക്ക് ഇവരെ ജീവൻ. പക്ഷെ ഇവനവളെ ഇഷ്ടമല്ലത്. ഞാൻ 3-4 ആഴ്ചയൊക്കെ പണിക്ക് പോയിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് എന്റെ പെണ്ണുപിള്ള മാത്രമേ ഉള്ളൂ വീട്ടില്. ഇവന് രാത്രി ഒന്ന് ചെന്ന് കൂട്ടിരിക്കാൻ പാടില്ല. അല്ലേ? അതല്ലേ ഒരു മനുഷ്യത്വം. പെണ്ണുമ്പോളോട് കൂട്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ പെണ്ണുമ്പോളോട് ആയിരിക്കും രാത്രി കൂട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പണിയും കഴിഞ്ഞ് ഇവിടെ വരുമ്പോ എന്റെ പെണ്ണുപിള്ളയുടെ മടിയിൽ അവൻ തല വെച്ച് കിടക്കണു. അവള് പേൻ കൊന്നുകൊണ്ടിരിക്കുക. എന്നെ കണ്ടപ്പോ ഇവൻ എണീറ്റ് ഓടിപ്പോയി. ആ പേൻ മൊത്തം കൊല്ലാൻ പോലും സമ്മതിച്ചില്ല. സമ്മതിച്ചില്ല. എനിക്ക് ഇയാളെ കാണുന്ന ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ഭാര്യയെ പളനിക്ക് പോയപ്പോ ഇയാളെ എന്ത് കെട്ടിപ്പിടിക്കാൻ ചെന്ന് ഇയാളെ സമ്മതിച്ചില്ല. എന്റെ ഭാര്യ കെട്ടിപ്പിടിച്ചു. കഴിഞ്ഞ ദിവസം ഇവൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ പെണ്ണുമ്പിള്ളയോട് പറയാ അവന് പുറം തയ്ച്ചു കൊടുക്കാൻ. എന്റെ പുറം തയ്ച്ച് തരണം നിങ്ങളുടെ പെണ്ണുമ്പിള്ള.
എടാ നിന്റെ പെണ്ണുമ്പിള്ളെ കൊണ്ട് നിന്റെ പുറം തേപ്പിക്കണം. അവള് വീട്ടിലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ പെണ്ണുമ്പോഴോട് പറഞ്ഞ പറഞ്ഞു വെച്ചത്. ഒന്ന് നിർത്താവോ, ഒന്ന് നിർത്താവോ? തേക്കാനുള്ള പുറമാണ് ഈ കാണുന്നത്. ആണോ? ഞാൻ കിടന്ന് എന്തിനാ ഇളകുന്നത്? ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഒന്ന് നിർത്താവോ? നേരം വിട്ട് ഇവിടെ കിടന്ന് ഈ കേരളത്തിന് പറ്റിയ സാംസ്കാരിക രീതിയാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും എനിക്ക് മനസ്സിലാവില്ല. നല്ല സംസ്കാരമുണ്ട്. അത് ഞാൻ ആദ്യത്തെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായില്ല. ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് നല്ല സംസ്കാരമുണ്ട്. അതാണ് അത് തറവാടിത്തം. അയ്യോ, തറവാടിത്തം എന്താ തറവാടിത്തം ഇയാൾക്കുള്ളത്? എന്താ തറവാടിത്തമുള്ളൂ? എന്താ തറവാടിത്തം ഇയാൾക്കുള്ളത്? എനിക്ക് എന്നെ തറവാടിത്തം ഇല്ലാത്ത എന്താ അത് ഇയാള് പറയണോ വന്നല്ലേ? എന്നോ മേത്തോട്ട് കളിക്കരുത്, മേത്തോട്ട് കളിക്കരുത്. നിനക്ക് എന്താ എനിക്കെന്താ നിനക്ക് എന്താ 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 നിനക്ക് കിടന്ന് ഇളകുന്നത്. ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട. എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം? ശ്ശെ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറ ചേട്ടാ. എന്താ ക്ഷമിക്ക, അച്ഛനില്ലല്ലേ? ഉണ്ട്. എന്നിട്ട് എന്തിയെ? ഓടിക്കുന്നു. ഇതൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞ പോരെ, പിന്നെ കുറെ പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു എന്തുവാ? എന്റെ അമ്മയുടെ കാര്യം അയാൾ എന്നോട് പറഞ്ഞത്. എന്റെ മരുമക്കളുടെ കാര്യം എന്റെ മോനും പറഞ്ഞത്. ഞാൻ പലയിടത്ത് പോയിട്ടുണ്ട് കേട്ടോ, പലയിടത്തും. പക്ഷെ ഇതുപോലൊരു തന്തേ മോനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ എന്താ ഇനി ഒന്നും പറഞ്ഞോണ്ടിരിക്കണം? എന്താ വിഷമം? അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന് വിഷമിക്കല്ലേ, കരയല്ലേ 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 കരയല്ലല്ലോ. ഈ മോനുണ്ട് അച്ഛന്. അച്ഛനെ മോൻ നോക്കും. അതുപോലെ കണ്ടോ, ഇവിടെ നോക്കിക്കേ. സിനിമ അതൊന്നും പറഞ്ഞോണ്ട് പോവരുത്. വീട്ടിൽ അച്ഛനുണ്ട്, പ്രായമായിട്ട് വരുവാണ്, അച്ഛനെ നോക്കണം. എനിക്കതല്ല മോളെ സങ്കടം. എന്താ? ഒരു 19 വർഷം കഴിയുമ്പോ ഇവന് വയസ്സും പ്രായമാവും. ഇവന് വല്ലതും സംഭവിച്ചു പോയാ ഞാൻ പിന്നെ ആരായിട്ട് ഉടക്കുണ്ടാക്കും. അന്ന് അളന്ന് തുടങ്ങിക്കോ. വസ്തുവാണോ? അല്ലല്ല, ഒരു അച്ഛനും മകനുമുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം. ചേട്ടാ ഇടിവെട്ട് കേട്ടാ പ്രദീപേ, എന്തോ എന്നാ ഗൗരവ പ്രദീപേ. ഇവിടെ ഇരുന്ന് ഞാൻ പേടിച്ചു പറിച്ചു പോയി. ഞാൻ വിചാരിച്ച അയാളെ കൊല്ലുമെന്ന്. അത്ര ദേഷ്യമൊക്കെ, എന്തെല്ലാം ഭാവങ്ങളാ മുഖത്ത് വന്നത്. നല്ലൊരു ത്രെഡായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഇത് സ്ക്രിപ്റ്റ് ആരാ? നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ ത്രെഡ് കൊണ്ടുവരും, പിന്നെ അങ്ങോട്ട് കളിച്ചങ്ങോട്ട് കയറ്റുമല്ലേ, വേറെ ലെവലിൽ വെക്കുമല്ലേ. വളരെ ഉഗ്ര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം കുറച്ചൊരു പന്തികേട് തോന്നി. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം സാധാരണ നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഒരു ടേക്ക് ഓഫ് പോലെ തോന്നിയില്ല. ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് വന്നു, അതങ്ങനെ കിടന്നു. പക്ഷേ ആ 3 കാലുള്ള സാധനം കൊണ്ട് സുബി വന്നതോടുകൂടിയാണ് ഈ സ്കിറ്റിൻ്റെ ചരിത്രം മാറിയത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചിരിക്കാനുള്ള ഒരുപാട് വകകൾ അതിനകത്തുണ്ടായിരുന്നു. ഷൂട്ടിങ് അത് ഭയങ്കര രസമായിട്ട്. കാരണം മനോജിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ടിപ്പിക്കൽ മനോജ് ശൈലിയുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വളരെ കൂളായിട്ടേ പുള്ളി നിൽക്കുകയുള്ളൂ. അതിനകത്തുനിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സുമിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ചില സാധനങ്ങൾ, പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ, ഇവർ പോലും പ്രതീക്ഷിക്കാത്തതാണ് മനോജ് കയ്യിൽ നിന്ന് ഇടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സംഗതികൾ അതിനകത്ത് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 2 വീടുകൾ ഇത്രയും വൈരാഗ്യ ബുദ്ധിയോടുകൂടിയൊക്കെ അങ്ങനെ വന്നതിന് ശേഷം ക്ലൈമാക്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയത്. ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു നല്ലൊരു ട്വിസ്റ്റുള്ള നല്ലൊരു ക്ലൈമാക്സും നല്ല പ്രകടനവും നല്ല സ്ക്രിപ്റ്റും, അങ്ങനെയാണ് ടോട്ടാലിറ്റിയിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. 3 പേർക്കും വീണ്ടും അഭിനന്ദനം. മനോജ്, പ്രദീപ്, സുമി കില്ലിക്കട്ടൻ സ്കിറ്റായിരുന്നു. നമ്മള് ഈ റീസർവേ ഒക്കെ നമ്മൾ റോഡിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ പണ്ടേ തൊട്ട് പറയുന്നതാണ്. ആദ്യം കാണുമ്പോൾ ഇത് സിനിമ ഷൂട്ടിംഗ് ആണെങ്കിൽ സീരിയലിലെ ഷൂട്ടിംഗ് ആണെന്നൊക്കെ നമ്മൾ ഒറിജിനലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊക്കെ നമ്മൾ എപ്പോഴും കണ്ടല്ലേ ഷൂട്ടിങ്ങൊക്കെ കണ്ട തമാശക്ക് പറയും. അപ്പോൾ ഈ സാധനം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞതിന് ശേഷം തമാശ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷൂട്ടിംഗ് ഇട്ടാൽ അതിനകത്ത് കുറേ സാധനങ്ങൾ, പറയാത്ത സാധനങ്ങൾ പറയിപ്പിച്ചിട്ട് നമുക്ക് അതിനകത്ത് കുറേ തമാശകൾ ഉണ്ടാക്കാം. ഞാൻ കരുതിയത് അതായിരിക്കും എന്നാണ്. ഒരു സ്കിറ്റ് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് തമാശകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കണ്ടന്റ് ഉണ്ടാക്കി അതിനകത്ത് ചേരാത്ത കുറേ സാധനങ്ങൾ. ഈ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷേ ഇതിനകത്തൊരു കിടിലൻ ക്ലൈമാക്സ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് സുമി വന്നേപ്പിനുണ്ട് അറിഞ്ഞത്. അതൊരു കിടിലൻ ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായില്ല.
അത് ഈ സംഭവം ഈ സുമി ഈ ഷൂട്ടിംഗ് നടന്നില്ലായിരുന്നെങ്കിൽ ഈ അച്ഛനും മോന്റെ രഹസ്യം ഇത് മരിക്കുന്നവരും രഹസ്യമായിട്ട് തന്നെ അതെ. ഇത് പരസ്യമാക്കിയില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമാണ് അല്ലേ? ശരിക്കും പറഞ്ഞത് ഇപ്പോൾ പരസ്യമാക്കിയപ്പോൾ നമുക്ക് സന്തോഷമായി. ഞാൻ കരുതിയത് അളിയനും ആയിരിക്കും എന്ന് കരുതി. കാരണം ഇദ്ദേഹത്തിന്റെ പെങ്ങളെ ഇദ്ദേഹം കല്യാണം കഴിച്ച് ഇദ്ദേഹത്തിന്റെ പെങ്ങളെ ഇദ്ദേഹം കല്യാണം കഴിച്ച് നമ്മൾ ഇത് സുമി പറഞ്ഞു വിട്ടു ഇത് കേരളത്തിൽ സംഭവിക്കേണ്ട കാര്യമല്ലല്ലോ, അത് ലോകത്ത് ഒരുപാടത്തും സംഭവിക്കേണ്ട കാര്യമല്ല. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൊണ്ട് ആലോചിച്ചപ്പോൾ അളിയനാക്കി. പക്ഷെ ഒരിക്കലും അച്ഛനും മോനുമാണെന്ന് ഞങ്ങൾ പ്രൊഡിക്റ്റേ ചെയ്തിട്ടില്ല കേട്ടോ. അത് തന്നെ നിങ്ങളുടെ വൻ വിജയമായിരുന്നു. ഗംഭീരമായിട്ടുണ്ട്, അടിപൊളി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അടിപൊളി ക്ലൈമാക്സ് ആണ്, അതാണ് ആദ്യം പറയേണ്ടത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചാന്ന് ആരും പറയില്ല. ആദ്യത്തെ ഒരു പോർഷൻ കണ്ടപ്പം വലിയുന്നതായിട്ട് തോന്നി. ഇത് അങ്ങോട്ട് സുഖമാകുന്നില്ലല്ലോ. കാര്യം നിങ്ങളുടെ സ്കിറ്റുകൾ ആദ്യം വരുമ്പോഴാണ് ഗംഭീരമായിട്ട് കയറി വന്നിട്ട് അത് ആ ലെവലിൽ തന്നെ അങ്ങോട്ട് പോവുകയാണ്. ഇത് ആദ്യം കുറേ നേരം ഇങ്ങനെ ഒരു എഴഞ്ഞ് പോകുന്നു. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു രഹസ്യം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലായിരുന്നു. അതാണത് അങ്ങനെ പോയതെന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. ഗംഭീരമായിരുന്നു കേട്ടോ. ഇനിയിപ്പം വിവരങ്ങളെല്ലാം ഇവർ രണ്ടുപേരും പറഞ്ഞു. പിന്നെ അണ്ണാച്ചിയുടെ കാര്യം ഞായറാഴ്ച വന്ന് പൈസ ചോദിക്കുന്ന കംപ്ലീറ്റ് ഡയലോഗ്. അതെന്താ പൈസ കൊടുക്കാണ്ടിരുന്നിട്ട് പുള്ളി ഡെയിലി വന്ന് പറയുന്ന ഇതാണ്. അത് പഠിച്ചു പോയി പുള്ളി. ആ ഒരു സാധനം ഇത് പൈസ കൊടുത്ത സുഖം പോയില്ലേ? പോയി. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾ ആദ്യത്തെ ആ ക്ഷീണം അങ്ങോട്ട് മാറ്റിയിട്ടാണ് ആ സെക്കൻഡ് ഹാഫ് ആണ് അങ്ങ് പിടിച്ച് കയറിയത്. അത് ഗംഭീരമായൊരു കയറ്റം തന്നെയായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഐശ്വര്യമായിട്ട് ആരാണ് പൈസ കൊടുത്തു തുടങ്ങുന്നത്? ഞാൻ തന്നെ അதையும் കൊടുക്കാം. ഞാനൊരു 16,000 രൂപ കൊടുക്കുക. 16,000. പക്രം ചേട്ടാ ഞാൻ കൊടുക്കാം. ഞാനൊരു 1000 രൂപ കൂട്ടി കൊടുത്തു. 17,000. 33,000 രൂപ. എന്നാ പിന്നെ എല്ലാം കൂടെ ചേർത്ത് കൂട്ടി അയക്കേ. ടോട്ടൽ 75,000 രൂപയുടെ സിൽവർ പഞ്ച്. ഈ ടീമിൽ വന്നതിന് ശേഷം പ്രതിഭയുടെ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് സിൽവർ പഞ്ച് അല്ലേ? അതെ അതെ. അപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞു തുടങ്ങട്ടെ. ഒരുപാട് സന്തോഷം. ഞാൻ സുമയായിട്ട് സ്കിറ്റ് കളിക്കുന്ന ആദ്യമാണ്. മനോഹരനായിട്ട് ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്. എന്നാ അനുഭവം തന്നെ ഒന്ന് പറയാം, എങ്ങനെയുണ്ട് സുമിയായിട്ട് സ്കിറ്റ് കളിച്ചിട്ട്? അടിപൊളി. പക്ഷെ നമുക്കത് തോന്നില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ള തോന്നില്ല കേട്ടോ. അത്ര ജോയിന്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തത്. ഒരുപാട് സന്തോഷമായിട്ടാണ്. സുമി സന്തോഷം. ഈ പറഞ്ഞ മാതിരി പ്രതിവേടനായിട്ട് സ്കിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതേ ഈ അച്ഛൻ മകനാണെന്നോ ഈ തോട്ട് ആരുടെ ഇത് ആരുടെ തലയിൽ വന്നതാണ് ഈ കോണ്ടന്റ് ഐഡിയ? മനോജേട്ടന്റെ. ഇതും ക്ലൈമാക്സ് ആദ്യമേ മനോജേട്ടൻ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഒത്തിരി അത് വലിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത കാരണമാണ് ആ സിറ്റുവേഷൻ ഏറ്റവും അവസാനം ആക്കി വെച്ചത്. പേടിച്ചിട്ടാണ് കളിച്ചത്. കാരണം പ്രതിഫലിന് വയ്യ. അതിൻ്റെ കൂടെ ഈ അച്ഛൻ്റെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞായിരുന്നു, എടാ മോൻ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരിക്കലും പുള്ളിക്കാരനെ അടിക്കാൻ പറ്റത്തില്ല. അത് കാണിക്കുന്നത് ഞാൻ പുള്ളി അടിക്കുമ്പോഴല്ല ഞാൻ അടിക്കത്തില്ല, കാണിക്കുന്നത് അച്ഛനാണ്ട് കാണിക്കത്തുള്ളൂ. അപ്പൊ എന്നെ തല്ലുമൊക്കെ ചെയ്യും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ മോനെന്നൊക്കെ പറയാൻ വന്നു. അത് പേടിച്ചിട്ടാണ് കളിച്ചത്. അത് പറഞ്ഞാൽ പോയി ഈ സാധനം. അല്ല, ഈ തല്ലണതും അങ്ങോട്ട് തല്ലി കഴിഞ്ഞാലും പ്രശ്നമാണ്. പിന്നീട് നമ്മൾ ക്ലൈമാക്സ് അറിയുമ്പോൾ അങ്ങനെ പിന്നെ തല്ലി എന്തിനാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ അതുവരെ നിങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ പോലും നിങ്ങൾ കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി. അത് വളരെ ഭയങ്കര കൃത്യനിഷ്ഠമുള്ള ആർട്ടിസ്റ്റുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഒരു നല്ല ക്ലൈമാക്സ്. ആദ്യം ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പുറകോട്ട് പിടിച്ചിരിക്കുക. പിന്നെ ഇതിനകത്ത് ഇവർക്ക് വേണ്ട ചേരുവകൾ ഇവർ എടുത്തിടുകയും സുമിയെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ട് ഈ ക്യാരക്ടർ അങ്ങനെ തന്നെ ഒരു ചെറിയൊരു മീശയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നര കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നര പോയാൽ നമുക്ക് കത്തും. അത്ര വളരെ ശ്രദ്ധിച്ച അവരിതാ ചെയ്ത് മനസ്സിലായി. അതാണ് ബ്രില്യൻസ് എന്ന് പറഞ്ഞത്. എന്നാലും ഒരു നല്ല കൈഡി ഒരു തവണ കൂടെ. അപ്പൊ ഇതുപോലെ ഗംഭീര ഐറ്റായിട്ട് വരിക. ഇഷ്ടംപോലെ പൈസ വെച്ചിട്ട് പോവാ സുമി. അച്ഛോ എന്തോ ശരി ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം അടുത്തൊരു സ്കിറ്റ് റെഡി ആയിട്ട് എടുക്കട്ടെ. സജിച്ചേട്ടനുണ്ട്, ശ്രീജു ഉണ്ട്, ദീപ്തി ഉണ്ട്. ഒരു നല്ല കൈഡി പോരും. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഒറ്റെണ്ണത്തിന് ഇവിടെ കാണാനില്ലല്ലോ. നേരത്തെ വന്നൊന്ന് എല്ലാരോടും പറഞ്ഞു വെച്ചതാണ്. ഇതിപ്പോ ഞാൻ മാത്രം. 10-20 കൊല്ലം ഞങ്ങൾ ഇവിടുന്ന് പഠിച്ചു പോയിട്ട് ഇപ്പൊ റീയൂണിയൻ വെച്ചേക്കണേ. എന്തൊരു സന്തോഷം എന്നറിയാം. എല്ലാരും കാണും.
അയ്യോ ഞാൻ പഠിച്ച എന്റെ ക്ലാസ് റൂം വലിയ വ്യത്യാസമൊന്നും വന്നിട്ടൊന്നുമില്ല സ്കൂളിന്. ഹലോ? ഹലോ, പണ്ടുള്ളവർ പറയണത് കേൾക്കണം. പണ്ടുള്ളവർ പറയണത് അല്പമെങ്കിലും കേൾക്കണം. ഒന്നേ ഉള്ളുവെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും നാട്ടുകാരെ വായിരിക്കണ കേൾക്കേണ്ടി വരും. അതാണ് ഇനിയെങ്കിലും മനസ്സിലാക്കണം കേട്ടാ. ഓക്കെ. ആരെ ചീത്ത വിളിക്കണ? ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാ. അല്ല, എന്നെ നല്ല രീതിയിൽ നല്ല തന്ന് വളർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആ രീതിയിലാവും പോലല്ലോ. എടീ ആകൃഗീതേ, ഞാൻ നിന്നെ ആക്രി എന്ന് വിളിക്കും. എടി നീ ഈ ഇവിടെ കിടക്കണം വളഞ്ഞ പിന്ന്, നെളിഞ്ഞ സ്ലൈഡ്, പകുതി പെൻസില്, റബ്ബർ കട്ട, ഇതെല്ലാം കൂടി നുള്ളി പറക്കി ഗ്ലാസ്സിൽ നിന്ന് ബാഗിൽ ഇട്ടോണ്ട് പോകണം. നിന്നെ ഞാൻ ആക്രി എന്നല്ല എന്നെ വിളിക്കും. പണ്ട് നിനക്ക് വീണ പേര ഞാൻ അങ്ങനെ വിളിക്കും. ആക്രി ആക്രി ആക്രി. പോട്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെ? എല്ലാരും വർക്കിലാണെന്ന്. ഇവിടെ എന്തോരം പാടുപെട്ടെന്നറിയോ നിങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. നമ്മുടെ ചുറ്റോട്ടത്ത് തന്നെ കുറച്ചുപേരൊക്കെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഞാൻ വീട്ടിൽ പോയി വിളിച്ച്, പിന്നെ കുറച്ചുപേരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടി, കുറച്ചുപേരെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടി. അങ്ങനെ എല്ലാരും വരും എന്തായാലും. പിന്നെ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ സംഭവം? ചീമോട്ടരാഴ്ച വരും. ഇവിടെ പണ്ട് നിന്റെ ഡസ്റ്ററിനല്ലേ അവൻ വരണല്ലോ. അതൊക്കെ മറക്കാൻ പറ്റും. അവൻ വരണം. അതെ, പിന്നെ അതൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ. എന്ത് കാര്യം? ഞാൻ നിന്നെ അന്വേഷിച്ചപ്പോ നിന്നെ കുറിച്ച് വളരെ മോശം അഭിപ്രായം വരുന്നു. അത് നിനക്കെന്തിനാ? അതൊക്കെ എന്റെ നീ അതിനൊന്നും കാര്യം ചിന്തിക്കണം. നമ്മളിവിടെ വന്ന റീയൂണിയൻ കാര്യം, നീ എന്റെ കാര്യം പേഴ്സണൽ കാര്യത്തിൽ ഇടപെടല്ലോ കേട്ടോ. നീ ഞാൻ പറയണ കേക്ക്. എന്താ? നിനക്ക് ഞാൻ ഗീതോപദേശം തരാം. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. എനിക്ക് അല്പം സ്വല്പം കളരിയും കരാട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് എന്റെ സ്വയരക്ഷ നോക്കാൻ എനിക്കറിയാം. നിന്റെ ഉപദേശം വേണ്ട. നീ അപ്പൊ കളരിയും കരാട്ടേക്കണ? അതൊക്കെ കുറച്ചറിയാം. നിനക്ക് കരാട്ടെ കൊണ്ടൊന്നും അറിയാമോ? നീ പറയണേക്കെ പറ. അല്ലെങ്കിൽ പണ്ടേ നീ വീം പഠിക്കാൻ വരുന്നതാണല്ലോ. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെയാണെങ്കിൽ നീ പറ. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്ര മർമ്മമുണ്ട്? മനുഷ്യ ശരീരത്തിൽ എത്ര മർമ്മമുണ്ട്? ഗൂഗിൾ നോക്കാൻ. ഗൂഗിളൊന്നുമല്ല. പിന്നെ ഗൂഗിള്. അതെ, എന്റെ ശരീരത്തിൽ എത്ര മർമ്മമുണ്ട്? ഓക്കെ. എന്താ? 109. തെറ്റിപ്പോയി. 108. തെറ്റൂല. 109 108. 109. നീ ആരോടെ വിളിച്ച് ചോദിച്ചു? ആരെ നിന്നെ പറ്റിച്ച ഇങ്ങനെ പെണ്ണുമ്പിള്ളേ? അവക്കറിയാം എന്റെ ശരീരത്തിൽ എത്ര മർമ്മമുണ്ട്. അവള് 109 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 109 തന്നെ ആയിരിക്കും. ഏതോ ഒരു മർമ്മം ഇടിച്ച് രണ്ടാക്കിയിട്ടുണ്ട്. അതാണ് 109. എടി അവൻ വരുമോ? അവൻ വരും. ഈ മുട്ട വരുമോ? വരും. അവൻ വരണം. അവനെ കാണാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ റിയൂണിയൻ പങ്കെടുക്കുന്നത്. സ്നേഹോ? നിനക്ക് ഓർമ്മയില്ലല്ലേ? എടി 9ാം ക്ലാസ്സിൽ വെച്ചിട്ട് കണക്ക് മാഷ് ബോർഡിൽ ഇങ്ങനെ കണക്ക് പഠിപ്പിച്ചിട്ട് ഇറങ്ങി പോയപ്പോ ഇവൻ ടെസ്റ്ററിന് അതിനെ ഇങ്ങനെ ചോക്കുപൊടിയും വാച്ചിട്ട് എന്റെ മുഖത്തോടൊന്നും തേച്ച എനക്ക് ഓർമ്മ. പിന്നെ നിന്റെ കോലം കണ്ട ചോക്കോടിയിൽ കുളിച്ചിട്ട് നിനക്ക് തമാശ. ഞാൻ അന്ന് നാണം കെട്ട് എല്ലാരും കൂടെ ചേർന്നിട്ട് എന്നെ കളിയാക്കി ചിരിച്ച് ഓർമ്മയുണ്ടാ? പിറ്റേന്ന് രാവിലെ വന്നിട്ട് അവന്റെ മുഖത്ത് തിരിച്ച് തേക്കണം എന്ന ഞാൻ ആ വാശിയോട് വന്നപ്പോ അവ സ്കൂള് മാറിപ്പോയി. ഇന്ന് ഞാൻ വന്നത് തന്നെ അവന്റെ മുഖത്ത് ചോക്കുപൊടി തേക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വർഷമായിട്ട് ഞാൻ അവനെ നോക്കി നടക്കായിരുന്നു. ഇത് കണ്ട, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഇന്നലെ ഞാൻ തയ്യക്കടയിൽ ചെന്നിരുന്ന് തച്ച് വാങ്ങിച്ചാണ്. ഇന്ന് ഞാൻ ഈ ചോക്കിട്ട് ഇതിൽ വരയ്ക്കും, അത് മായ്ക്കും, അവന്റെ മുഖത്ത് തേക്കും. നിനക്ക് എന്താണ് 10-20 കൊല്ലം നമ്മൾ പോയിട്ട് എല്ലാരും കൂടി കാണുമ്പോ ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ തേച്ചിരിക്കും. എന്തൊന്നൊക്കെ ഇടയിൽ കിടന്ന് പറഞ്ഞു. എന്താ സംഭവം? നമ്മൾ 10-20 കൊല്ലം കൂടി കാണുമ്പോ ഈ ഒരു ചോക്കൂടർ കേസ് നിനക്ക് നാണയില്ലേ? എന്നെ തളർത്താൻ നോക്കരുത്. എന്റെ അമ്മ മാത്രം, അവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ. അമ്മ എന്നെ വളർത്തിയ താരാട്ട് പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങ് തളരും. അതല്ലാതെ ഈ ലോകത്തുള്ള ഒരു ഒറ്റ മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല കേട്ടോ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് സെന്റിമെന്റ്സ്. അമ്മ എന്നെ പാട്ട് പറഞ്ഞ പാട്ടറിയോ? അത് കേൾക്കുമ്പോ ഒരു കുളിർമയാണ് കേട്ടോ. എനിക്കറിയാം. എന്റെ അമ്മച്ചും പാടുമായിരുന്നു. നിന്റെ അമ്മച്ചി പാടുന്ന പാട്ടാണ്. എന്റെ അമ്മച്ചി എന്റെ വീട്ടിൽ വന്നിട്ടാണ് പാടുന്നത്. ഞാൻ എന്റെ അമ്മച്ചി എന്നെ താരാട്ട് പാട്ടി പാടുന്നത്. ആ പാട്ട് അറിയാ? മനസ്സിൻ മടിയിലെ മാന്തളിരിൽ. ആ പാട്ട് പാടുമ്പോണ്ടല്ലോ ഒരു കുളിർമയാ, ഒരു സന്തോഷം. അതാ ഞാൻ പറഞ്ഞത്. പരിപാടി അവരെയൊക്കെ ഒന്ന് പിടിയടി. അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പേര് പറഞ്ഞോല്ലേ? നീ അങ്ങ് വളർന്ന് എന്റെ പൊന്നെ. പണ്ട് നീ ഇങ്ങനെ ഒരു പെൺകൊച്ചായിരുന്നു. പിന്നെ സുന്ദരി സുന്ദരിയായി. നീ പോലീസാ? നീ പോലീസാ? സ്കൂളിൽ ഡെയിലി മുട്ട കൊണ്ടുവന്നിട്ട് ചിമ്മണ്ടാവരെന്ന് പറഞ്ഞ് പരീക്ഷക്ക് വരെ മുട്ട മേടിക്കണം. മുട്ടക്കാരൻ പോലീസ് അല്ലെന്ന്, സർക്കിള്. എവിടെ പോണ്?
വീട്ടിൽ പോയി 50 രൂപയ്ക്ക് മീൻ വെച്ച് കൊടുത്തിട്ട് വരാം. പന്തൽ പഠിക്കുന്ന ആരാണ്? എടാ നീ എവിടെ പോണ? ഏതാ ചീമുട്ടരാഴ്ച നിനക്ക് പ്രാന്താ, ഒറ്റ ആടി അടിച്ചു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. നീയല്ലേ ഒരു പോലീസ് വന്നിരിക്കും അങ്ങനെയൊക്കെയാണ് അവന്. അപ്പൊ നിനക്ക് എറിയണ്ടേ ചോക്കൂടി? അതൊക്കെ പണ്ട് കൊച്ചിലെ ഹലോ അതൊക്കെ ക്ഷമിച്ചൂടെ നമുക്ക്? ഹലോ എന്താ കുശിക്കുന്നത്? എടാ നിനക്ക് മനസ്സിലായില്ല ഇതാരാണെന്ന്? എനിക്ക് ഇല്ല, എനിക്ക് എടാ കപ്പ്യാർ സുധീഷടാ. കപ്പ്യാർ സുധീഷ? എടാ സുധീഷ്, എടാ പണ്ട് അവന്റെ മുഖത്ത് ഞാൻ ചോക്കൂടി ഇത് ആലോചിച്ചിട്ട് ഞാൻ ചിരിക്കും. സ്കൂള് വിട്ട് പോയില്ലേ, ആ സ്കൂളിൽ ചെന്ന് അവിടുത്തെ പിള്ളേരോട് പറഞ്ഞു, അവരൊക്കെ ഭയങ്കര ചിരി. ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവ ശരിക്കും വന്നെന്തിനാന്നറിയാമോ? PT സാറിന് അവൻ കൈത്തൈല് തച്ച് അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമാണ്. എന്തിനാണ് ചുമ്മാ ആവശ്യമില്ല? അതല്ല മറ്റേ എന്താ പേര് പേടിയാ? യൂണിഫോം നിങ്ങൾ പേടിയാ? ചെറുതായിട്ട് സാർ പോലീസ് അളിയ ഞാൻ പോലീസ് ഇപ്പോഴല്ലേ, പണ്ട് നമ്മൾ സുഹൃത്തുക്കളല്ലേ? പിന്നെ നല്ല വിശ്വാസമില്ല. നിന്റെ പഴയ രാജേഷാണെന്നല്ല വിശ്വാസമില്ല. എടാ ഞാൻ നിന്റെ പഴയ രാജേഷല്ലേ? ഞാൻ പഴയ രാജേഷാണ്. ഞാൻ പഴയ രാജേഷ് അല്ലേ? വിശ്വാസം ആ പഴയ രാജേഷ് അല്ലടാ. രാജേഷ് എന്നാ പറഞ്ഞേ. അപ്പൊ ഇനി എന്ത് വന്നാലും ഞാൻ തേച്ചിട്ടേ പോവുള്ളൂ. അവ എത്ര പ്രാവശ്യം ഇപ്പൊ തേച്ചെന്നറിയാമോ? ശരിയാക്കി തരാടി, ശരിയാക്കി തരാം ഞാൻ. നീ പോടാ. അല്ലടാ നമ്മൾ ഈ വന്നേ ഞാൻ ചോദിക്കട്ടെ, എടാ നമ്മൾ എന്ത് സന്തോഷമായിട്ട് 9ാം ക്ലാസ് വരെ പഠിച്ച് നീ എന്താ പകുതിയായപ്പോ പോയത്? പകുതിയായപ്പോ പോയ വേറൊന്നുമല്ല, അറിയാലോ വീട്ടിലെ ഓരോ പ്രശ്നങ്ങള് കാരണങ്ങളൊക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് അങ്ങോട്ട് പറയാം. നീ അല്ലായിരുന്നു എല്ലാ വെള്ളിയാഴ്ച ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്നത്? അതെ. ഞാൻ വിചാരിച്ചു നീ സിനിമയിലൊക്കെ വല്ല പിന്നണി ഗായികയായി കാണുന്നു. അങ്ങനെയൊന്നും പോയി. സത്യം ഇപ്പൊ എന്ത് പാട്ടാണ് പാടാത്ത? പാട്ട് പാടണോ? ഒരു നല്ല പാട്ട് പാട്. മനസ്സിൻ മടിയിലെ മാകളിരിൽ മയങ്ങൂ മണിക്കൂർനീ കനവായി മിഴികളിൽ ഉറങ്ങൂ നീ ഉറങ്ങൂ. എന്താ 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 എന്താ? ഈ ലോകത്ത് എന്തുമാത്രം പാട്ടുണ്ട്. ഈ പാട്ട് തന്നെ പാടണം. നിനക്ക് എന്താ ഇത്ര നിർബന്ധം? പെട്ടെന്ന് ഈ പാട്ടാ വായിൽ വന്നത്. ഞാൻ ശരിക്കും രണ്ടും കൂടെ ചേർന്നിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി. നീ ഒന്ന് പോയേ. എടാ നിന്നെ പണ്ട് സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി നിന്റെ അപ്പൂപ്പൻ വരില്ല. ഞാൻ ഒരു കൊമ്പമീശക്കാരൻ. അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും. ആ ജുബ്ബയൊക്കെ ഇട്ട് വലിയ വട്ട കണ്ണടയൊക്കെ വെച്ച് കൊമ്പം മീശയും കാലം കൊടയും പിന്നെ എന്ത് ഗാംഭീര്യം അങ്ങനെ കണ്ടാ തന്നെ പേടിക്കൂലേ? കണ്ടപ്പെടും. പക്ഷെ എന്തേ അപ്പ മരിച്ചു? എങ്ങനെ അപ്പൂപ്പൻ മരിച്ചത്? എന്താ ഒരാളുടെ അപ്പൂപ്പൻ മരിച്ചെന്ന് പറയുമ്പോ ചോദ്യചിഹ്നമാണ് ഇടുന്നത്, അല്ല ആശ്ചര്യചിഹ്നം. എങ്ങനെ മരിച്ച? അങ്ങനെയല്ല, ആശ്ചര്യപ്പെട്ട് അയ്യോ അപ്പൂപ്പൻ എങ്ങനെ മരിച്ച അങ്ങനെ വേണം പറയാൻ. കളിയാക്കുന്നാടെ എന്റെ അപ്പൂപ്പൻ മരിച്ചാൽ കളിയാക്കുന്ന നിങ്ങൾ? നീ ആരാടാ മരിച്ചു വെച്ചാ? അപ്പൂപ്പൻ എന്റെ അപ്പൂപ്പൻ എടാ അത് നമ്മളെ ഇങ്ങനെയാ മരിച്ചു വെക്കുന്ന? എടാ എന്റെ അപ്പൂപ്പന്റെ കയ്യിൽ ഒരു ട്രങ്ക് പെട്ടി ഉണ്ട്. എന്തോ ചെയ്യാനെന്ന് വരാം. അപ്പൂപ്പൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഗീർ വനത്തിൽ പോയി അപ്പൂപ്പനൊപ്പന്റെ കൂട്ടുകാരനും കൂടെ സിംഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ പോയി. അവിടെ ചെന്ന് സിംഹത്തിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാനും കൂട്ടുകാരൻ സിംഹത്തിനെ കല്ലെടുത്തെറിഞ്ഞു. സിംഹം പാഞ്ഞൊരു വരവ്, കൂട്ടുകാരൻ ഓടിക്കളഞ്ഞു. അപ്പൂപ്പൻ ഓടിയില്ല. നിന്റെ അപ്പൂപ്പൻ ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് നെഞ്ചും പിരിച്ചൊക്കെ കാലായിട്ട് വലിച്ചു കയറി 1.5 ആഴ്ച ഉണ്ടായിരുന്നു പുലിക്ക്. അതൊക്കെ ഒരേ കഥ. ചിരിച്ച് ചിരിച്ച് സത്യം പറഞ്ഞാ എന്താ പുതി. എടാ നിനക്ക് എത്ര പിള്ളേരടാ? നിനക്ക് എത്ര കുട്ടികള്? 3. ഇപ്പോഴും നിന്റെ കുട്ടികളി മാറിയില്ലല്ലേ? ഇത്രയും ചോക്കുപൊടി കൊണ്ട മനസമാധാനം വരാത്തൊരു ചെറുക്കായി പണ്ട് നമ്മളെ മണി അടിച്ചടക്കണോണ്ടാണ് ഇവന് കപ്പേരെന്ന് പേരിട്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ വരുമോ? പിന്നെ പറ എന്തൊക്കെയാണ് നിന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ? ഇവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. നീ എന്നെ അന്വേഷിച്ച് സ്റ്റേഷനിൽ എങ്ങനെ വന്നിരുന്ന? ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എതിന് വന്ന? അത് എന്റെ ചേട്ടന്റെ പേരിൽ ഒരു കേസ് ഉണ്ട്. ഒരാളെ വണ്ടി കെട്ടിയിട്ട് ഇറക്കിക്കൊണ്ട് പോരാനായിട്ട് കരോടച്ച റെസിറ്റ് കൊടുക്കുന്നുണ്ട്. അതൊന്നും അതെങ്ങനെ ശരിയാകുമെന്ന് പറയാം. അവിടെ വന്നിട്ട് എന്റെ പേരും പറഞ്ഞിട്ട് അപ്പൊ അവിടെ കിടന്ന് ഭയങ്കര ബഹളമല്ലായിരുന്നാ? പിന്നെ മനുഷ്യനായിട്ടുള്ള ആരെങ്കിലും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും? സത്യം പറഞ്ഞു എന്താ ഒന്നും പറഞ്ഞു ബാബിലോട്ട് ജലദോഷവും പനിയും. അതാണ്
നിന്റെ കണ്ണുമുറക്ക് വീങ്ങിയിരിക്കും. നീ ഇത് കാണുന്നുണ്ടോ ആക്രി? ഇപ്പൊ വന്നപ്പം മുതൽ ഇത് കാണിച്ചോണ്ടിരിക്കുകയാണ്. നിനക്കൊന്നും പറയാനില്ല ഇതൊന്നും കണ്ടിട്ട്. നിനക്ക് കാണിക്കാൻ കൊള്ളാവുന്ന പരിപാടിയാണ് നീ കാണിക്കണ. എന്താണ്? നീ പണ്ട് ഇവന്റെ മുഖത്ത് ഇത് ഇങ്ങനെ തേച്ചു വെച്ചിട്ട് പോയി. അതിന്റെ പേരിൽ ഇവൻ നിന്നെ തിരിച്ച് ഇത് തേക്കൊന്നും പറഞ്ഞു വന്നപ്പോ നീ ക്ലാസ് മാറിപ്പോയി. ഇവിടെ പിള്ളേര് മുഴുവൻ കളിയാക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ? അളിയാ തമാശക്ക് ചെയ്തില്ലേ? എന്ത് തമാശ? നീ വന്നപ്പം മുതൽ ഞാൻ വിചാരിച്ചു ഇവള് ഇത് പറയുമെന്ന്. എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടാ. നീ പണ്ട് എന്റെ മുഖത്ത് ഇത് തേച്ചതിന്റെ പേരിൽ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക് ടെസ്റ്ററും ചോക്കും എല്ലാം കൂടെ കൊണ്ട് ഞാൻ വന്നതാണ്. പക്ഷെ നീ ഇവിടെ വന്നപ്പം മുതൽ ഇത് മൊത്തം എന്റെ മുഖത്താണ് തേച്ചോണ്ടിരിക്കുന്നത്. സങ്കടമുണ്ട്, വിഷമമുണ്ട് കേട്ടോ. അളിയ ഞാൻ തമാശക്ക് ചെയ്തില്ലേ? തമാശ ഇതാണ് തമാശ എന്ന് പറഞ്ഞാ ഇതൊക്കെ ചെയ്യുമ്പോ ഷൂസ് ഊരാൻ പോയി. അതാ ഇവിടെ ഒരു പാടുണ്ട്. ആരാ പൊളപ്പം പ്രകാശ് കുത്തി തന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നില്ലേ? ഇത് കണ്ട ഡൽഹി കൂട്ടം വെച്ച് കടിച്ചെന്ന്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓരോ ഓർമ്മകളാണ് അളിയ. അതുപോലെ തമാശക്ക് ചെയ്തില്ലേ? അതിനാണ് നീ പ്രതികാരം എന്ന് പറഞ്ഞു വന്നത്. നിനക്ക് പ്രതികാരം ചെയ്യണോ? നിനക്ക് പ്രതികാരം ചെയ്യണോ? വേണ്ട വേണ്ട അടി വേണ്ട വേണ്ട അടി ശരിയാവില്ല. അടിയടാ ശരിയാവില്ല. ഉള്ളൂ. ആരാണ് തറയും ചുമ്മാ ആവശ്യമില്ല. ഒരു സന്തോഷമില്ല. ഇവളെ മുഖത്തും കൂടി ഇരിക്കട്ടെ. ഓള് പറഞ്ഞത്. ഹലോ, വേണ്ട വേണ്ട വേണ്ട, എന്റെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ ഞാൻ ഇതാ പറഞ്ഞു. എന്റെ മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കണം. അവന്റെ മുഖത്ത് ആരോ ചോക്കപ്പൊടി തേച്ചെന്ന്. അതിപ്പോ തന്നെ കൊണ്ടുപോയി ചോക്ക് കൊണ്ടുപിടിച്ച് അവൻ ചെറുക്കന്റെ മുഖത്ത് തിരിച്ച് തേക്കണം. ഇല്ലെങ്കിൽ എന്നെ പോലെ ഇതേപോലെ പ്രതികാരം ഒന്നും പറഞ്ഞുകൊണ്ട് അവന്റെ ലൈഫേ കളയും. ഇങ്ങനെ ഒരു മണ്ടായി. എന്താണ് നല്ല സ്കിറ്റല്ലായിരുന്നോ? ഒരു നല്ല കൈയടി തന്നെ നസീർക്ക. കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു. ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങൾ എടുത്തത്. ഈ റീയൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന ആ സമയത്ത് ഈ ഹാജർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെൻസാർ പോലും ഇല്ലായിരുന്നു. ഞാൻ പോയിട്ടില്ല, കാര്യം അവിടം വരെ എത്താൻ പറ്റിയില്ലെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും യൂണിയന് പോയിട്ട് വേറെ യൂണിയൻ ഉണ്ട്, വൈകുന്നേരത്തെ യൂണിയന് പോയിട്ട്. അപ്പം അതൊക്കെ ഒരു രസമുള്ള സാധനമായിരുന്നു. എങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷ എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് എത്തിയില്ല. എങ്കിലും ആ സാധനം നൊസ്റ്റാൾജിയ കൊണ്ട് ആ പഴയ സംഭവങ്ങളെ നമ്മൾ ഓർമ്മ വരുമെങ്കിൽ പോലും ആ ചിരിയുടെ എലമെൻറ്റുകൾ പല ഭാഗത്തും കുറഞ്ഞു പോയി. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പുതിയ ഒരു ഓർമ്മയിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ കൊണ്ടുപോയതിന് ഒരുപാട് സന്തോഷം. ഇതുപോലെ ചിരി കുറച്ചുകൂടെ ആവണം. നിങ്ങളിൽ നിന്നുള്ള ചിരി ഇതിലപ്പുറമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ശ്രീജു, സജി, ദീപ്തി നല്ലതായിരുന്നു. ഞങ്ങളുടെ പ്ലേ ഒക്കെ ഭയങ്കര ലൈവായിരുന്നു. ഓരോ എപ്പിസോഡുകൾ കഴിയും തോറും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്. ഓരോരോ കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യല്ലേ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇത്തരം പ്രോഗ്രാമുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സിനിമയിലൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുമല്ലോ, ഇന്ന ആൾ ഇന്ന ചെയ്യണം ഇന്ന ചെയ്യണം എന്നൊക്കെയുള്ള കൊതിയുണ്ടാവും. എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ പോലീസ് ആവണം എന്നൊക്കെ. പക്ഷെ ആ ആഗ്രഹമൊക്കെ ഞാൻ തീർത്തത് ഇതുപോലെ സ്കിറ്റ് കളിച്ചും. അതുപോലെ ഈ ഹൈറ്റ് കുറഞ്ഞ ഒരു പോലീസുകാരൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു കോമഡി ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അന്ന് ഞങ്ങളെല്ലാം ഇതുപോലെ ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് എനിക്ക് പറ്റുന്ന രീതി ചെയ്തു. വക്കീൽ എല്ലാം ചെയ്തു. ഞങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ശ്രീജു ഈ വേഷം ചേരുന്നുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു എസ്ഐ, അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ സിനിമയ്ക്ക് ഇട്ടട്ടെ. പിന്നെ സജിയുടെ കളി ഭയങ്കര രസമാണ്, ഭയങ്കര ലൈവാണ് സജി. എനിക്ക് തോന്നിയത് ഈ ഒരു സ്കിറ്റിൽ ഇച്ചിരി കൂടെ പവർ ആവാൻ തോന്നി. ഒരു പൊടിക്കൂടെ ഒന്ന് കൂട്ടി കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി. പിന്നെ നമുക്കിതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ആ പൊടി അടിക്കുന്ന ഒരു സാധനമാണ്. അത് നിങ്ങൾ മാക്സിമം അതിനകത്ത് ഹ്യൂമർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെല്ലാം കഥാപാത്രം കൊടുത്താലും ഏത് സംഭവം കൊടുത്താലും അതിനകത്ത് തൻ്റെ നാടിനെ അതുപോലെ കൊണ്ടുവരുന്ന ഒരാളാണ് ദീപ്തി. ഇനി ഈ റീയൂണിയൻ അല്ല, ഇനി അമേരിക്കൻ മദാമയാണേലും കൊച്ചി ഭാഷയെ ഞങ്ങ കൊച്ചി വിട്ടൊരു കളിയില്ല. എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു കൊതിയാണ്. ഒരു സ്കീറ്റില്ലെങ്കിലും ഈ സ്ലാങ് ഇല്ലാതെ നല്ല സ്റ്റൈലായിട്ട് വേറൊരു സ്ലാങ് പിടിച്ചൊരു കളി വേണം. ഉറപ്പായിട്ടും ചെയ്യും. അതെനിക്കൊന്ന് കാണണം. അവിടെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ വലിയ കുഴപ്പമില്ല വന്നു കേട്ടോ. 3 പേർക്ക് അഭിനന്ദനം. നന്നായിരുന്നു കേട്ടോ. നമ്മൾ റീയൂണിയൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ സ്കിറ്റുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു പുതുമയുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ നായകൻ ഡസ്റ്ററാണ്. അതങ്ങനെ വെച്ചിട്ട് ആരും അങ്ങനെ കളിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമുക്കൊരു പ്രേമം ഉണ്ടാവും,
അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രശ്നം വന്നതുണ്ടാവും. അതൊക്കെ ആയിരിക്കും കണ്ടുമുട്ടുമ്പോൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇത് സ്ഥിരം അനുഭവിച്ചിരുന്ന ആൾക്കാരാണ്. കുറച്ച് പെൺപിള്ളേരും ആൺപിള്ളേരും ഉണ്ടാവും. ഡസ്റ്റർ വെച്ചിട്ട് പൊടി അല്ലെങ്കിൽ ബാഗിൻ്റെ ബാക്കിൽ അടിക്കുക. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അറിയുള്ളൂ, നമ്മളറിയില്ല. ഇത് പെട്ടെന്നുള്ള അടിയല്ലാതെ തന്നെ നമ്മളറിയാതെ തൂത്തു വെക്കണ പരിപാടിയാണ്. അപ്പൊ അതിന് പ്രതികാരം ചോദിക്കുന്ന പിറ്റേ ദിവസം തന്നെ ചോദിക്കും. പക്ഷേ 20 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ ഇത് തന്നെ ആലോചിച്ചിട്ട് നിൽക്കുന്ന ഒരാളുടെ ജീവിതം പോയത്. കാരണം ക്ലൈമാക്സ് പറഞ്ഞതുപോലെ ജീവിതം പോകുന്നത് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാരണം അതാരും കാണിക്കാത്തൊരു സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇയാളുടെ മുഖത്ത് പിന്നെയും ഇയാൾ അടിക്കുമെന്നല്ലാതെ ആ പണ്ടത്തേൽ കൂടുതൽ അടിച്ചു വെച്ചത് അത് ഭയങ്കര തമാശയായിരുന്നു. ആ ടൈമിങ്ങും കാര്യങ്ങളും ഇയാൾ അടിക്കാമെന്നും അത് വെച്ചിട്ട് ഉള്ള തമാശകളെല്ലാം ഗ്രാൻഡായിരുന്നു. പിന്നെ നിങ്ങൾ നസീർക്ക് പറഞ്ഞ പോലെ എവിടെയോ കുറച്ച് വലിച്ചിൽ പോലെ ഉണ്ടായിരുന്നു. ഡസ്റ്ററിൻ്റെ കളികൾ വന്നപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് വിപുലമായത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല പൊട്ടിച്ചിരിക്കാനുള്ള, അത് മോശമാണെന്നല്ല കേട്ടോ പറയണം, പൊട്ടിച്ചിരിക്കാനുള്ള പണ്ടത്തെ പോലെ വരുന്ന സ്കിറ്റുകളായിട്ട് വരണം. ഇത് ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി. താങ്ക് യു. ഇതിന്റെ മാർക്ക് കൊടുക്കാം. ആരാണ് ആദ്യം? നസീർക്ക. ഞാൻ ഒരു 9 മാർക്ക് കൊടുക്കും. 9,000 രൂപ. 1000 രൂപ കൂട്ടി 19,000 രൂപ. അയക്കി. ബാക്കി ഞാൻ അയച്ചു തരുന്നു, പിടിച്ചോ. ടോട്ടൽ 50,000 രൂപ. നല്ല മാർക്കാണ്. അടുത്തതിൽ ഇതിലും കൂടുതൽ വാങ്ങിക്കാം. ഓക്കെ, എന്നിട്ട് പനി മാറ്റിയിട്ട് വരണം. ഓക്കെ, ശരിട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കണു. എന്തായാലും എന്ത് പെട്ടെന്നാ. പിന്നെ ഇന്ന് ഉള്ളത് പറയണമല്ലോ, നമ്മുടെ മലപ്പുറം കൊണ്ടോട്ടി കോളേജുകാരുള്ളതുകൊണ്ട് എപ്പിസോഡിന്റെ അല്ലേ സമയം നമ്മൾ പോയത് അറിയില്ല. പ്രിസ്റ്റിൻ വാലി കോളേജ് അവിടുത്തെ പിള്ളേരാണ് വന്നേക്കുന്നത്. നല്ല ഉഷാറ് പിള്ളേർ അല്ലേ? നിങ്ങളും ഐറ്റം വേറെ ഇരുന്ന് ഈ ഒരു കുറച്ച് മണിക്കൂറല്ല 1 മണിക്കൂർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എവിടെയും പോലും നമുക്ക് അടുത്ത എപ്പിസോഡ് ഇതിൽ കൂടുതൽ ചിരിക്കണം. പിന്നെ ഞാനങ്ങോട്ട് നമ്മള് ഇതിലും വലിയ സ്കിറ്റുകളും ഇതിലും വലിയ ചിരികളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.